हरे कृष्णा जी। हरे कृष्णा। हरे कृष्णा। ഹരേ കൃഷ്ണ. തുടങ്ങാം മാജി. തുടങ്ങാം. ഓ, ഹരേ കൃഷ്ണ. ശ്രീമദ് ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. വീഡിയോ ഓൺ ചെയ്യുന്നില്ല. ശരി മാജി, ശരി. ഹരേ കൃഷ്ണ. ലൊക്കേഷൻ പ്രയർ പറഞ്ഞതാണ്. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണാമാമി ഹരിപ്രിയേ. വാഞ്ചകൽപതരോഭ്യശ്ച കൃപാസിന്ധോഃ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമ്നേ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ചന്ദ്ര ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ജയ ഗുരുദേവാ ഗുരുദേവാ ജയ ഗുരുദേവാ. ജയ ജയ പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ്. നിതായ് ഗൗര ഹരി ബോൾ നിതായ് ഗൗര ഹരി ബോൾ. ഓം ശ്രീ വിഷ്ണുപാദ പരമഹംസ പരിവ്രജോത്തര അഭയാര ചരണ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് की जय. अनंत कोटि वैष्णव वृंद की जय. श्री श्री राधा माधव की जय. जगन्नाथ बलदेव सुभद्रा मैया सुदर्शन की जय. श्री पंचतत्व की जय. नित्याय गौर प्रेमानंद. हरे कृष्णा. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. Reading from Sri Chaitanya Charitamrita. ആദിലീല അധ്യായം 12 ശ്ലോകം 33. അദ്വൈത ഗദധാരന്മാരുടെ വിസ്തരണങ്ങൾ. ഹരേ കൃഷ്ണ. പത്രപടിയ പ്രഭുരമനെ ഹൈല ദുഃഖ ബാഹിരെ ഹാസിയ കിച്ചു ബലേ ചന്ദ്രമുഖ. പത്രപടിയ പ്രഭുരമനെ ഹൈല ദുഃഖ
ബാഹിരേ ഹാസിയാഖിച്ചു ബലേ ചന്ദ്രമുഖ. ആ കുറിപ്പ് വായിച്ച ചൈതന്യ മഹാപ്രഭു അസന്തുഷ്ടനായി തീർന്നു. പക്ഷേ അവിടുത്തെ വദനം അപ്പോഴും ചന്ദ്രനെ പോലെ പ്രകാശിച്ചിരുന്നു. മന്ദഹാസത്തോടെ അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കമലാകാന്തൻ എന്ന ഒരു കമലാകാന്ത വിശ്വാസൻ എന്ന ഒരു ഭക്തന്റെ കാര്യമാണ്. അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം പരമാനന്ദപുരിയോടൊപ്പം ജഗന്നാഥപുരിയിൽ വന്ന് ചൈതന്യ മഹാപ്രഭുവിനെ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രതാപരുദ്ര മഹാരാജാവിനൊരു കുറിപ്പ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ആ കുറിപ്പിനെ പറ്റി ആർക്കും അറിയില്ലെങ്കിലും ഏതോ വിധത്തിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ കയ്യിലാണ് അത് വന്നു ചേർന്നത്. അതായത് അദ്വൈത ആചാര്യനെ ഭഗവാന്റെ ഒരു അവതാരമായിട്ട് പറയുന്നുണ്ട് അതിനകത്ത്. പക്ഷെ അദ്വൈത ആചാര്യന് 300 രൂപ കടമുണ്ടെന്ന് അത് കൊടുത്തു തീർക്കണമെന്നും കൂടെ കമലാകാന്തൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ചൈതന്യ മഹാപ്രഭുവിനെ അസന്തുഷ്ടനാക്കിയത്. അദ്വൈതാചാര്യ എന്ന് പറയുന്ന ഭഗവാൻ തന്നെയാണ്. ഇപ്പോൾ ഭൂമിയിൽ ഭഗവാൻ അവതരിച്ചാലും എല്ലാവരും ഭഗവാനെ ആ ഒരു ഭഗവാൻ എന്നുള്ള രീതിയിലോ ആ ഒരു റെസ്പെക്ട് ഒരു ആചാര്യൻ എന്നുള്ള നിലയിലോ ഒന്നും എല്ലാവരും ഒന്നും കാണണമെന്നില്ല. ചില ആൾക്കാർ അതിന് ചില അവസരങ്ങളെ അവര് മുതലെടുക്കും. ചില ആൾക്കാർ അതിനകത്ത് അത് അവർക്ക് അസന്തുഷ്ടി ഉണ്ടാകും. ഒരു അദ്വൈതാചാര്യ എന്ന് പറയുന്നത് ഭഗവാൻ സാക്ഷാൽ വിഷ്ണുവാണ്, അല്ലെങ്കിൽ സദാശിവനാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും ശ്രീ അദ്വൈതാചാര്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് 300 രൂപ കടമുണ്ടെന്ന് അത് കൊടുത്തു തീർക്കണമെന്നും കൂടെ ഈ കത്തിനകത്ത് എഴുതിയത് കൊണ്ട് ചൈതന്യ മഹാപ്രഭു ഇത് അസന്തുഷ്ടനായിരുന്നെങ്കിലും അദ്ദേഹം മന്ദഹസിച്ചു. ഭഗവാൻ എപ്പോഴും അങ്ങനെയാണ്. വിഷമം വരുമ്പോഴും മറ്റു ഭക്തന്മാർക്കൊരു ദുഃഖം വരുമ്പോഴും തനിക്ക് തന്നെ ചില സമയത്ത് ചില സന്ദർഭങ്ങളില് വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും ഒക്കെ ഭഗവാൻ ചിരിക്കും, പുഞ്ചിരി തൂകും, മന്ദഹസിക്കും. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. കാരണം ഭഗവാന്റെ ചിരി അല്ലെങ്കിൽ ഭഗവാന്റെ മന്ദഹാസം നമ്മൾ പറഞ്ഞിട്ടില്ലേ, അതായത് ഏത് സമയത്തും ഭഗവാൻ ചിലപ്പോൾ സന്തോഷം വരുമ്പോഴ അന്നേരം കണ്ണുനീരണിയും. ഭഗവാൻ കരഞ്ഞിട്ടുണ്ടോ നമ്മൾ ആലോചിക്കുമ്പോൾ? പക്ഷെ എന്നാലും ആ സമയത്ത് ഭഗവാൻ ഇവിടെ അസന്തുഷ്ടി ഉണ്ടായെങ്കിലും അദ്ദേഹം ഒന്ന് മന്ദഹസിച്ചിട്ട് പറയുകയാണ്, ആചാര്യേര സ്ഥാപിയാച്ചേ കരിയ ഈശ്വര ഇതേ ദോഷ നാഹിയാചാര്യ ദൈവത ഈശ്വര. അവൻ അദ്വൈതാചാര്യനെ ഭഗവാന്റെ ഒരു അവതാരമായി സ്ഥാപിച്ചു, അതിൽ തെറ്റില്ല. പക്ഷേ കാരണം അദ്ദേഹം തീർച്ചയായും ഭഗവാൻ തന്നെയാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറയുന്നതാണ്, അദ്ദേഹം ഭഗവാനെ ഒരു അവതാരമായിട്ട് തന്നെയാണ് കമലാകാന്ത വിശ്വാസൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഒരു തെറ്റുമില്ല. പക്ഷെ കാരണം ഭഗവാൻ തന്നെയാണ് അദ്വൈതാചാര്യൻ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സദാശിവന്റെയും അതുപോലെ മഹാവിഷ്ണുവാണ് അദ്വൈതാചാര്യ. ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നതിന് കുറെ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം അവതരിച്ചു. ഈ ഭൗതിക ലോകത്തെ ആത്മസാക്ഷാത്കാരത്തിനോട് വിമുഖത പ്രകടിപ്പിച്ച ആൾക്കാരെ ഓർത്ത് അദ്ദേഹം, കാരണം അന്ന് കലിയുഗത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കലിയുഗമായതുകൊണ്ട് ആൾക്കാർക്ക് ആത്മീയ സാക്ഷാത്കാരത്തിൽ യാതൊരു താല്പര്യവും ഇല്ലാത്ത കാലമായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പൊ പിന്നെ പറയാനും വേണ്ട. ഇപ്പൊ അന്നേരമുള്ള കാര്യങ്ങളും പിന്നെ എന്താ പറയാ, ആത്മീയ സാക്ഷാത്കാരത്തിലല്ല ആർക്കും യാതൊരു താല്പര്യവും ഉള്ളത്. എല്ലാവർക്കും ഭൗതികതയുടെ പിന്നാലെ പായുകയാണ്. എവിടെയാണ് അതിൽ കൂടി കിട്ടുന്ന സന്തോഷമാണ് അവർക്ക് കിട്ടുന്ന സന്തോഷം. മറ്റേ ആ യഥാർത്ഥ ആനന്ദത്തിന്റെ എന്താ പറയാ, അത് ആസ്വദിക്കാനുള്ള കഴിവില്ല ഇന്നത്തെ ഭൗതികവാദികൾക്ക്. അപ്പോ അദ്ദേഹം ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നതിന് കുറെ കാലം മുമ്പ് അദ്ദേഹം വന്നു എല്ലാവരെയും വൈദിക ഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിക്കുകയും ഒരാചാര്യൻ എന്നുള്ള നിലയിൽ ഭഗവാനോട് എപ്പോഴും ഈ
കാരണം ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റുള്ളവരുടെ അനുകമ്പയുള്ള ആൾക്കാരാണ്. അദ്വൈതാചാര്യ ഒരു ഭക്തന്റെ രൂപത്തിലാണ് അദ്ദേഹവും വന്നത്, ഭക്താവതാരം. അപ്പൊ അദ്ദേഹവും ഭക്തന്റെ രൂപത്തിൽ വന്ന അദ്ദേഹത്തിന് ഈ കലിയുഗത്തിലെ ആൾക്കാരുടെ ഈ സ്വഭാവ വിശേഷമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിനും വിഷമം തോന്നി. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താ, അദ്ദേഹം എല്ലാ ദിവസവും സാലഗ്രാമം കൊണ്ടുവന്ന് ഗംഗാനദിയുടെ തീരത്ത് വെച്ച് അഭിഷേകം ചെയ്ത് തുളസിയില അർപ്പിച്ചിട്ട് കൈകൾ രണ്ടും ഉയർത്തി അദ്ദേഹം ഉയരത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു. ഭഗവാനെ, അങ്ങ് വന്നാലേ പറ്റൂ, എന്നെ കൊണ്ട് തനിച്ചൊന്നും ഈ കലിയുഗത്തിലെ ആൾക്കാർക്ക് ആത്മസാക്ഷാത്കാരം നേടിക്കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങ് സ്വയം വരണം, വന്ന് അവരെ ഉദ്ധരിക്കണം. അങ്ങ് വന്നാൽ മാത്രമേ, അതാണ് ആചാര്യന്മാരുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ പോലും അറിയാതാണ് നമ്മളിൽ ആചാര്യന്മാരുടെ അനുഗ്രഹം വന്നു ചേരുന്നത്. കുറച്ചെങ്കിലുമൊക്കെ നമ്മൾ സിൻസിയർ ആയിരുന്നാൽ ആചാര്യന്മാരെയും അതുപോലെ ഭക്തന്മാരെയും ഒക്കെ നമ്മൾ മനസ്സിൽ ആരാധിക്കുകയും അവരെ പൂജിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പോലും അറിയാതെ, നമ്മൾ പോലും അറിയാതെ നമ്മളിൽ അവരുടെ കൃപ കടന്നു വരും. അപ്പോൾ ഇവിടെ ആ അദ്വൈതാചാര്യന് ഭഗവാന്റെ അവതാരം തന്നെയാണ്. അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിച്ച് ഭഗവാൻ ഈ ഭൗതിക ലോകത്ത് കലിയുഗത്തിൽ പ്രച്ഛന്ന വേഷധാരിയായി ശ്രീ ഗൗരംഗ മഹാപ്രഭുവായിട്ട് അവതരിച്ചു. അപ്പം ഭഗവാൻ പറയുന്ന എന്താണ്, അദ്ദേഹത്തെ ഈ കമലാകാന്ത വിശ്വാസൻ അദ്ദേഹത്തെ ഒരു അവതാരമായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നത്. ഈശ്വരേര ദൈന്യ കരിയാച്ചേ ഭിക്ഷ അതയേവ ദണ്ഡ കരീബ ശിക്ഷ കരായിബ ശിക്ഷ. എന്നാൽ അവൻ ഭഗവാന്റെ അവതാരത്തെ ദരിദ്രനായ ഒരു യാചകനാക്കി. അതിനാൽ അവന്റെ തെറ്റ് തിരുത്തുന്നതിനായി ഞാൻ അവനെ ശിക്ഷിക്കും. അതാണ് ഭഗവാന്റെ തീരുമാനം. അപ്പോൾ ഭക്തന്മാരോട് എന്നോടൊരു തെറ്റ് ചെയ്താൽ ഞാൻ ക്ഷമിക്കും, പക്ഷെ എൻ്റെ ഭക്തന്മാരോട് കളിച്ചാൽ അത് കളി വേറെയാണ്. അതായത് എല്ലാത്തിടവും ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാന്റെ ഭക്തന്മാരെ ആരും നിന്ദിക്കാനോ കാരണം ഭക്തൻ, ഭക്തി ഇതെല്ലാം കോറിലേറ്റഡ് ആണ്, ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പം ഭഗവാന്റെ ഭക്തനെ മറ്റുള്ളവർ നിന്ദിക്കുക, അല്ലെങ്കിൽ ഇപ്പം അദ്വൈതാചാര്യനെ ഒരു യാചകനാക്കിയില്ലേ, 300 രൂപ കടമുണ്ട്. അപ്പൊ കടം വാങ്ങിച്ചത് എന്തുകൊണ്ടാണ്? ദരിദ്രനായതുകൊണ്ടാണ് കടം വാങ്ങിയത്. അപ്പൊ അതാണ് ആ കത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്, പ്രതാപരുദ്രയ്ക്ക് വേണ്ടി കത്തെഴുതിയപ്പോൾ. അപ്പൊ അതാണ് ഭഗവാന് സഹിക്കാൻ പറ്റാഞ്ഞത്. അപ്പൊ അവന്റെ തെറ്റ് തിരുത്താൻ അവൻ എന്തായാലും ഭഗവാന്റെ അവതാരത്തെ ദരിദ്രനായ ഒരു യാചകനാക്കിയല്ലോ. അപ്പം ദരിദ്രനാരായണനാക്കി, അതുകൊണ്ട് അവന്റെ തെറ്റ് തിരുത്തണം. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അവനെ ശിക്ഷിക്കും. അപ്പം ഒരാളെ ഈശ്വരന്റെ അവതാരം എന്ന് വിശേഷിപ്പിക്കുക, അതേസമയം ദരിദ്രനായി അവതരിപ്പിക്കുക, ഇതൊക്കെ വൈരുദ്ധ്യം നിറഞ്ഞ കാര്യങ്ങളാണ്, ഏറ്റവും കടുത്ത അപരാധവുമാണ്. ഇദ്ദേഹം താണ്ട ഭഗവാന്റെ അവതാരമാണ്, പക്ഷെ ദരിദ്രനാ, ഇങ്ങനെയാണ് പറയുന്നത്. അത് ഭയങ്കര വൈരുദ്ധ്യമാണ്, അപരാധമാണ്. ഇപ്പം സാധാരണഗതിയിൽ മായാവാദി സിദ്ധാന്തം പറയുകയാണെങ്കിൽ ഞാനും നീയും മറ്റുള്ളവരെല്ലാവരും ദൈവങ്ങളാണ്, എല്ലാം ദൈവങ്ങളാണ്. ചില ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കും, ഞാൻ ദൈവത്തിന്റെ അവതാരമാണ്, മഹാവിഷ്ണുവിന്റെ അവതാരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനെയാണ് വൈദിക സംസ്കാരം പോലും നശിപ്പിക്കപ്പെടുന്നത്. കാരണം നമുക്ക് ഭഗവാൻ എന്ന് പറഞ്ഞ ഒറ്റ ഒരാളേ ഉള്ളൂ, ഒരു വ്യക്തി. ആ ഭഗവാന് ഒരുപാട് അവതാരങ്ങളുണ്ട്, അഥവാ വിസ്തരണങ്ങളുണ്ട്. ഭഗവാനും ഭഗവാന്റെ വിസ്തരണങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഭഗവാൻ ഒരു ഭൂമിയിൽ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി അവതരിച്ചു കഴിഞ്ഞാൽ അത് ശാസ്ത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കും, ആചാര്യന്മാർക്ക് മനസ്സിലാകും. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം തന്നെ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിലേക്ക് വരണം, ഈ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി സാധാരണ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കണം, അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു. പക്ഷെ ചൈതന്യ മഹാപ്രഭു അവതരിച്ചത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പത്നി അദ്ദേഹമൊക്കെ പോയി കാണും കുട്ടിയെ. പിന്നെ അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു, പ്രചാരണവും വൈദിക പഠനങ്ങളും ഒക്കെ.
പിന്നീട് ഒരു ദിവസം ചൈതന്യ മഹാപ്രഭുവിന്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള വിശ്വരൂപനോടൊപ്പം വിശ്വരൂപനും ഈ അദ്വൈതാചാര്യന്റെ അടുത്ത് ക്ലാസ്സിന് പോകുന്നുണ്ടായിരുന്നു, വൈദിക ക്ലാസ്സിന്. അപ്പൊ ഒരിക്കൽ അവിടെ ചെന്നപ്പോ ഈ കുട്ടി കൂടെ പോയി. കൂടെ ചെന്നപ്പം ഇദ്ദേഹം ഒന്ന് നോക്കി ഇതാരാണ്. നോക്കിയപ്പം ആ കണ്ണുകൾ കണ്ട് മനസ്സിലാക്കി അദ്വൈതാചാര്യ ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അവരുടെ കണ്ണുകൾ തമ്മിലൊന്ന് ഉടക്കി. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ അതാണ്. അപ്പം സാധാരണ ആൾക്കാർ ഞാനും ദൈവമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വൈദിക എന്താ പറയാ അഷ്ടാംഗ യോഗ ചര്യകളൊക്കെ പരിശീലിച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ സിദ്ധി കിട്ടി, അങ്ങനെ പല സിദ്ധികൾ കൈവരുന്ന ഉടനെ അവരത് ഭൗതികതയിലേക്ക് മാറ്റി മറ്റുള്ളവരെ കബളിപ്പിക്കാനും ആകർഷിക്കാനും ഒക്കെ നോക്കും. അപ്പൊ അങ്ങനെയാണ് വൈദിക സംസ്കാരം പോലും നശിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അത് സാധാരണഗതിയിൽ ഈ മായാവാദി തത്വജ്ഞാനികള് അവരും ദൈവമാണ് ഈശ്വരനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇവരാണ് ദരിദ്രനായിട്ടുള്ള ആൾക്കാരെ ദരിദ്ര നാരായണൻ എന്ന് വിളിക്കും. നമ്മളൊക്കെ നാരായണനാണ്, ദരിദ്രനായിട്ടുള്ള ആൾക്കാരെ ദരിദ്ര നാരായണൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിഡ്ഢിത്തം നിറഞ്ഞ ആശയങ്ങൾ ചൈതന്യ മഹാപ്രഭു ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. കാരണം ഇതൊക്കെ വിഡ്ഢിത്തം നിറഞ്ഞ ആശയങ്ങളാണ്. എല്ലാം ഭഗവാന്റെ അംശമാണ്. ആത്മാവെന്ന് പറയുന്നത് സനാതനമാണ്, ഭഗവാന്റെ അംശമാണ്. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതനമാണ്, ശാശ്വതമാണ്. ആ ആത്മാവിന് ഒരു മാറ്റങ്ങളുമില്ല. ആത്മാവ് ദരിദ്രനോ അതുപോലെ അല്ലെങ്കിൽ പണക്കാരനോ ആരുമല്ല, ഭഗവാന്റെ ഒരു അംശമാണ്. ഭഗവാന്റെ എല്ലാവിധ. ഹരേ കൃഷ്ണ. മാതാജി, സനാതനം എന്താണ് മീനിങ്? ശാശ്വതമാണോ? ശാശ്വതം. സനാതനം എന്ന് വെച്ചാൽ ശാശ്വതം എന്നാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പം എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ഇവര് മായാവാദികളെ സംബന്ധിച്ചിടത്തോളം ഞാനും നമ്മളെല്ലാവരും ഈശ്വരനാണെന്നുള്ള സങ്കല്പത്തിലാണ്. അപ്പം ദരിദ്രനായിട്ടുള്ള ഒരാളിനെ എന്താ പറയാ എല്ലാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സംബോധന ചെയ്യുന്നത് തന്നെ അവര് നാരായണൻ എന്നാണ്. അപ്പം എന്താ ജീവിക്കാൻ മാർഗമില്ലാത്ത ആൾക്കാരെ എന്താ വിളിക്കും? ദരിദ്ര നാരായണൻ. അതൊക്കെ വളരെ മോശപ്പെട്ട കാരണം ഭഗവാനെ തന്നെ നമ്മൾ മോശപ്പെടുത്തുന്ന രീതിയിലാണ്. ഭഗവാന്റെ അംശമായിട്ടുള്ള ഓരോ ജീവാത്മാവും ശാശ്വതനായിട്ടുള്ള ആത്മാക്കളാണ്. ആ ശാശ്വത ആത്മാക്കൾക്ക് അവിടെ ഭഗവാന്റെ തന്നെ എല്ലാവിധ സദ്ഗുണങ്ങളും, ഭഗവാന്റെ എല്ലാവിധ സദ്ഗുണങ്ങളും, അതാ സച്ചിദാനന്ദ സ്വരൂപം തന്നെയാണ് നമ്മളെന്ന് പറയുന്ന ആത്മാവ്. ഭഗവാൻ എന്ന ആത്മാവിനെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിന്റെ ഈ ഭൗതിക ലോകത്തിന്റെ ത്രിഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ സ്വഭാവത്തിനും ഒക്കെ നമുക്ക് മാറ്റങ്ങൾ വരുന്നത്. പക്ഷെ ആത്മാവെന്ന നിലയിൽ, ഭഗവാന്റെ അംശമെന്ന നിലയിൽ ശാശ്വതരായിട്ടുള്ള ഈ ജീവാത്മാക്കള് എപ്പോഴും സനാതനമായിട്ടുള്ള സ്വഭാവം, സച്ചിദാനന്ദ സ്വരൂപമാണ് അവരും, ഭഗവാനെ പോലെ തന്നെ. പിന്നെ ഭൗതിക ലോകത്ത് വന്ന് ഭഗവാനെ മറക്കുന്നു, സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് മറക്കുന്നു, എല്ലാവിധ മായയുടെയും അടിമയായി പോകുന്നു. അങ്ങനെ ഭൗതിക പ്രകൃതിയുടെ സ്വാധീനങ്ങളാൽ എന്താ പറയാ അവബോധം മറയ്ക്കപ്പെടുന്നു. അപ്പൊ അതൊക്കെയാണ് നമുക്ക് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഭൗതിക ലോകത്ത് വരും. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ഒരാളിനെ നമുക്ക് ഒരിക്കലും ഈശ്വരനാണെന്ന് പറയാൻ പറ്റില്ല. ഈശ്വരൻ ബ്രഹ്മം, പരബ്രഹ്മം എന്നൊക്കെ, നിർഗുണ ബ്രഹ്മം, പരമസത്യം എന്നൊക്കെ അവര് പറയുന്നെങ്കിലും നമ്മൾ ഈശ്വരന്റെ ഒരു അംശമേ ആകുന്നു. കടലിലെ ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് ഇത് കടലാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കടല് വേറെ, കടലിലെ ഒരു തുള്ളി വെള്ളം വേറെ. പക്ഷെ ഗുണത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. പരിമാണത്തിൽ, അതായത് അളവിലാണ് വ്യത്യാസം എന്ന് പറയുന്നത് പോലെ ഒരിക്കലും ഒരു മനുഷ്യനെ മുദ്രയടിച്ച് ഞാൻ നാരായണനാണ്, നീ നാരായണനാണെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പാവങ്ങളെ ദരിദ്രന്മാരായിട്ടുള്ള ആൾക്കാരെ ദരിദ്ര നാരായണൻ എന്ന് വിളിക്കാനും പറ്റില്ല.
അതൊക്കെ ആധികാരികതയില്ലാത്ത കാര്യങ്ങളാണ്. ചൈതന്യ മഹാപ്രഭുവിന് അതുകൊണ്ടൊക്കെയാണ് ഇവരെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തത്. കാരണം ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ഭഗവാൻ ഈശ്വരൻ എന്ന് പറഞ്ഞൊരു സങ്കല്പമില്ല. എന്തോ ഒരു ബ്രഹ്മം അല്ലെങ്കിൽ ഒരു ജ്യോതി, ഇത്ര മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെയോ ഈ ശാശ്വതനായിട്ടുള്ള ഭഗവാന്റെ ഈ ആത്മാവെന്ന് പറയുന്ന പരബ്രഹ്മം അല്ലെങ്കിൽ അതൊരു വ്യക്തിയാണ് എന്ന് അവർക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റിയില്ല. അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനേ വയ്യ. അതിന് ഇന്ദ്രിയങ്ങളുണ്ട്. ഭഗവാൻ മൂകനല്ല, ബധിരനല്ല. ഭഗവാൻ വ്യക്തിയാണ്. നമ്മൾ ഈ ഭൗതിക ലോകത്ത് വന്ന് ഭഗവാന്റെ ഒരു അംശമായ നമ്മള് ഭൗതിക ലോകത്ത് വന്ന് മനുഷ്യർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് ഇതിനെയൊക്കെ സൃഷ്ടിച്ച ഭൗതിക പ്രകൃതിയെ, ഭൗതിക ലോകത്തെ തന്മാത്രകളെ, എല്ലാ സൃഷ്ടികളുടെയും ഉറവിടമായിട്ടുള്ള ഭഗവാൻ എന്തുകൊണ്ട് വെറും ഒരു ലൈറ്റായിപ്പോയി, ഒരു ജ്യോതിയായിപ്പോയി? അവർക്ക് അതിനൊന്നും ഉത്തരവില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അതൊരിക്കലും അംഗീകരിക്കത്തെ. ഭഗവാന് ഭയങ്കര ദേഷ്യമാണ് മായാവാദികൾ. കാരണം അവര് ഭഗവാന് രൂപമില്ലെന്നുള്ളതിരിക്കെ പറയുന്നു. അതിനോടൊപ്പം തന്നെ ഭഗവാന്റെ നാമവും ജപിക്കില്ല. രൂപത്തിനല്ലേ നാമമുള്ളൂ. അപ്പൊ അവരൊരിക്കലും നാമവും ജപിക്കില്ല, നാമത്തിൽ വിശ്വാസമില്ല, രൂപത്തിൽ വിശ്വാസമില്ല. വെറും ഒരു ജ്യോതി പ്രഭ, അതിൽ മാത്രമേ ഉള്ളവർക്ക്. കാരണം എന്താ? ഞാൻ നാരായണനാ, പിന്നെ വേറെ ഇവിടെ നിന്നൊരു നാരായണൻ വരാന്? അതാണ് അവരുടെ ഇത്. അതുകൊണ്ടാണ് അദ്ദേഹം കർശനമായിട്ട് താക്കീത് നൽകിയിരിക്കുന്നത്. മായാവാദി ഭാഷ്യശൂനിലെ ഹയ സർവനാശ. അതായത് മായാവാദ തത്വശാസ്ത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മൾ ആരും അറിയാതോ അറിഞ്ഞോ ഒരിക്കലും മായാവാദികളുടെ വായുകളിൽ നിന്നും ഒന്നും കേൾക്കാൻ പാടില്ല. നമ്മുടെ ശാസ്ത്രങ്ങൾ ഏറ്റവും എന്താ പറയാ, ബൃഹത്തായിട്ടുള്ള, ഏറ്റവും സത്യമായിട്ടുള്ള, വാസ്തവികമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ. ഭഗവത്ഗീത, ഭാഗവതം, ശ്രീ ചൈതന്യ ചരിതാമൃതം. ഇത് മൂന്നും മാത്രം മതി. വേദങ്ങളോ ഉപനിഷത്തുകളിലോ അല്ലെങ്കിൽ പുരാണങ്ങളെ ഒന്നും അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. നമ്മുടെയൊക്കെ ഈ കലിയുഗത്തില് നമ്മളൊക്കെ ഈ സമയത്ത് വന്ന് ജന്മമെടുത്ത് നമുക്ക് ഭഗവാനായിട്ട് നമുക്ക് കാട്ടിത്തന്ന ഒരു വലിയ ഉപഹാരമാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഒന്നും അറിയാം. നമ്മൾ സീറോയായിരുന്നു. ആ സീറോയിൽ നിന്നാണ് നമ്മുടെ ആചാര്യന്മാരിൽ നിന്നും, നമ്മുടെ ശിക്ഷാഗുരുക്കന്മാരിൽ നിന്നും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രഭുപാദിന്റെ ബുക്കുകളിൽ നിന്നും. ഇപ്പൊ ശ്രീമദ് ഭാഗവതം എഴുതി തീരുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം ചൈതന്യ ചരിതാമൃതം എഴുതി, ശ്രീല പ്രഭുപാദ. എന്തുകൊണ്ടാ? കാരണം ചൈതന്യ ചരിതാമൃതത്തിലാണ് അന്തസത്ത. ചൈതന്യ മഹാപ്രഭു വന്നാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേച്ച് പോയത്. കാരണം എന്താണ്? ശ്രീമദ് ഭാഗവതത്തിലെ ഭഗവാന്റെ ലീലകളാണ്. അതിലുപരി എന്താണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ തത്വങ്ങള്, ഭക്തന്മാര്, പിന്നെ ഭക്തന്റെ ഒരു വികാരം അല്ലെങ്കിൽ പ്രേമഭക്തി, ഇതൊക്കെ പരിപൂർണമായ ആ ഒരു ഉറവിടത്തിൽ നിന്ന്, അതായത് സാക്ഷാൽ ഭഗവാൻ തന്നെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം ലീലകളൊക്കെ ഒരുപാട് കാട്ടിയെങ്കിലും അദ്ദേഹം ലീലാ പുരുഷോത്തമനായിരുന്നു. പക്ഷെ പ്രേമ പുരുഷോത്തമനായിട്ടുള്ള ഔദാര്യനിധിയായിട്ടുള്ള ചൈതന്യ മഹാപ്രഭു ആണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പറഞ്ഞ പോലെ അചിന്ത്യ ഭേദ തത്വം, അതുപോലെ സംബന്ധ അഭിധേയ പ്രയോജന, ഇതെല്ലാം എല്ലാ തത്വങ്ങളെയും സ്വരുക്കൂട്ടി അദ്ദേഹം നമുക്ക് കാഴ്ചവെച്ച അദ്ദേഹത്തിന്റെ 8 പദ്യങ്ങൾ ശിഷ്ടാഷ്ടകത്തിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമേ അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളൂ. അദ്ദേഹം ഓരോ ആചാര്യന്മാർക്ക്, അതായത് ഗോസ്വാമിമാർക്ക്, പിന്നെ അതുപോലെ ഹരിദാസ് താക്കൂറായിക്ക്, അതുപോലെ പിന്നെ ഓരോ അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്ക് കൊടുത്ത ഓരോ നിർദ്ദേശങ്ങളാണ് ഇന്ന് അതിനകത്ത്. അതെല്ലാം ഭക്തിയുടെ അല്ലെങ്കിൽ പരിശുദ്ധമായ പ്രേമത്തിന്റെ മൂർത്തിഭാവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പരിശുദ്ധ പ്രേമത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന കാര്യങ്ങളായിരുന്നു. നമുക്കതൊന്നും ഒന്നും നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ അത് എന്താ പറയാ മാനിഫെസ്റ്റ് ചെയ്യത്തില്ല. കാരണം നമുക്ക് അത്രയ്ക്കുള്ള ഈ കലിയുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് അത്രയും ഉന്നതമായ നിലയിലേക്ക് നമുക്ക് ഉയരാൻ. പക്ഷെ നമ്മൾ ഉയരണം. നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള ഭക്തരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഉയരാൻ പറ്റും.
നമുക്ക് എപ്പോഴും ഭക്തന്മാരുടെ അസോസിയേഷൻ വേണം. അങ്ങനെയാണ് നമ്മൾ ഭക്തന്മാരുടെ അസോസിയേഷൻ, അതുപോലെ ആചാര്യന്മാരിൽ നിന്നുള്ള ശ്രവണം, ശ്രീല പ്രഭുപാദിന്റെ നിരന്തരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബുക്കുകൾ, നമ്മൾ അത് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിക്കണം, പഠിക്കണം, ഉൾക്കൊള്ളണം, അത് പ്രചരിപ്പിക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മളിൽ വിശ്വാസം കൂടിക്കൂടി വരുന്നത്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം കർശനമായ താക്കീതാണ് നൽകിയിരിക്കുന്നത്. ഈ മായാവാദികളുമായിട്ട് ഒരിക്കലും അവരുടെ തത്വശാസ്ത്രത്തെ പിന്തുടരരുത്. കാരണം അവരുടെ മായാവാദി ഭാഷ്യം കേട്ടുപോയെങ്കിൽ, അതാണ് മായാവാദി ഭാഷ്യശൂനിലെ ഭയ സർവനാശ, സകല നാശങ്ങളും ഉണ്ടാകും. വളരെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനൊരു വിധി, അതായത് മായാവാദ തത്വശാസ്ത്രം പിന്തുടരുന്ന ആരെങ്കിലും വിധികളുണ്ടെങ്കിൽ അപ്പൊ അവരെ ശിക്ഷയിലൂടെ തിരുത്തപ്പെടണം. ഒരിക്കലും ഒരു കാരണവശാലും ആരെങ്കിലും ആ രീതിയിൽ പോയാൽ പോലും അവരെ തിരിച്ച് അവർക്ക് നല്ല ശിക്ഷണം നൽകി, അവർക്ക് നല്ല പരിശീലനം നൽകി അവരെ തിരുത്തി കൊണ്ടുവരണം. അപ്പം ഭഗവാൻ അല്ലെങ്കിൽ അവിടുത്തെ അവതാരം ദരിദ്രനാണെന്ന് പറയുന്നത് വൈരുദ്ധ്യമാണ്. ഇപ്പൊ നമ്മള് ഭഗവാൻ എന്ന് വെച്ചാൽ ആരാണ്? ഭഗവാൻ. ഭഗവാൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതായത് ഷഡ് ഐശ്വര്യങ്ങളുടെ ഉടമസ്ഥനാണ് ഭഗവാൻ, സർവസമ്പന്നനാണ് ഭഗവാൻ, സർവശക്തനാണ്, സർവ ആകർഷകനാണ്, സർവ ജ്ഞാനിയാണ്, സർവ യശസ് കീർത്തിയുടെയും ഉറവിടമാണ്, സർവസംഘ പരിത്യാഗിയാണ്. ഈ ഭൗതിക ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അതിന്റെ എല്ലാം ഉറവിടം. അഹം സർവസ്യ പ്രഭവോ മത്താ സർവം പ്രവർത്തത. എല്ലാം എന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ ഭൗതിക ലോകത്ത് നെഗറ്റീവായിക്കോട്ടെ പോസിറ്റീവായിക്കോട്ടെ, കാമക്രോധ ലോഭമോഹ, ഇതെല്ലാം എന്തൊക്കെയുണ്ടോ അതെല്ലാം ഭഗവാനിൽ നിന്ന് വന്നതാണ്. പക്ഷെ ഭഗവാനിൽ നിന്നാകുമ്പം അതിന് സ്പിരിച്വാലിറ്റി ഉണ്ട്. ഭൗതിക ലോകത്താകുമ്പം അത് തികച്ചും ഭൗതികമാണ്, അഥവാ വിരുദ്ധമാണ്. അപ്പം ഭഗവാൻ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അവതാരം ദരിദ്രനാണെന്ന് പറയുന്ന വൈരുദ്ധ്യമാണ്. അപ്പൊ അതിന് ഉദാഹരണം പറയുന്ന വാമനദേവനാണ്. വാമനദേവൻ അവതരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് മഹാബലിയുടെ അടുത്ത് എന്നേച്ച്, ഒരു ദരിദ്ര ബ്രാഹ്മണനാണ്, എനിക്ക് തപസ്സൻ, എന്തിനാ അങ്ങ് വന്നത്? അത് കാരണം യാഗമൊക്കെ നടത്തുന്ന സമയത്തൊക്കെ ഇതുപോലെ ബ്രാഹ്മണരൊക്കെ വരുന്നത് ഭയങ്കര ഓസ്പീഷ്യസ് ആയിട്ടുള്ള സൈനാണ്. അപ്പൊ അതൊക്കെ ഇവർക്ക് രാജാക്കന്മാർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം രാജാക്കന്മാരെപ്പോഴും ക്ഷത്രിയരെപ്പോഴും ബ്രാഹ്മണരെ ആരാധിക്കുന്നവരാണ്, അവരെ റെസ്പെക്ട് ചെയ്യുന്നവരാണ്. അപ്പൊ ആ ഒരു വടു ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. എന്താണ് അങ്ങയുടെ വരവിന്റെ ഉദ്ദേശം? ഞങ്ങളുടെ ഈ യജ്ഞശാലയും ഞാനും എൻ്റെ ഈ യജ്ഞങ്ങളും എല്ലാം പവിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങയുടെ വരവ് നിമിത്തം. എന്താണ് അങ്ങയുടെ ഉദ്ദേശം? അന്നേരം അദ്ദേഹം പറഞ്ഞു, എന്താ, ഞാനൊരു ബ്രാഹ്മണനാണ്, എനിക്ക് തപസ് അനുഷ്ഠിക്കാൻ ഒരു 3 അടി മണ്ണ് വേണം. അപ്പം 3 അടി മണ്ണോ? എന്താ കാരണം? എന്താ, ഞാൻ ഇത്രയും വലിയ ആളാണ്. അപ്പൊ ഒരു ചെറിയ അഹങ്കാരം മഹാബലിയിലുണ്ടായി. അത് സ്വാഭാവികമാണ്. കാരണം എനിക്ക് ഇത്രയും, ഇപ്പം കോടീശ്വരന്റെ അടുത്ത് എന്ന് വെച്ചാൽ 5 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൂടെ നാണക്കേടല്ലേ എന്ന് പറയുന്നത് പോലെ. അപ്പൊ എന്തും കൊടുക്കാൻ എനിക്ക് കഴിവുള്ള ആളാണ്. ഇപ്പൊ തന്നെ ഭഗവാന്റെ അടുത്ത് തന്നെ ഭഗവാൻ എല്ലാ ലോകത്തിന്റെ എല്ലാം സമ്പത്തിന്റെയും ഉടമസ്ഥനാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ ചോദിച്ചു, ഭഗവാനെ എൻ്റെ ഈ ഒരു കാര്യം സാധിച്ചു തരാൻ എനിക്ക് ഇത്രയും പൈസ തരണം, അല്ലെങ്കിൽ ഇന്ന സാധിച്ചു തരണേ എന്ന് പറയുന്നത് നാണക്കേടാണെന്നാണ് ആചാര്യന്മാര് പറയുന്നത്. കാരണം എന്താ, ഭഗവാൻ എല്ലാം തരും, എല്ലാം തരാനുള്ള കഴിവുള്ളൂ ഭഗവാന്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാൻ, അതാ യോഗക്ഷേമം മഹാമ്യഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ എന്തൊക്കെ കുറവുകളുണ്ടോ അതൊക്കെ നികത്തും, ഇപ്പൊ എന്തൊക്കെ നിലവിലുണ്ടോ അതൊക്കെ നിലനിർത്തി തരികയും ചെയ്യാൻ കഴിവുള്ള ആളാണ് ഭഗവാൻ. അപ്പൊ ഭഗവാനോട് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഉള്ളിലിരുന്നു കൊണ്ട് ഭഗവാൻ നമ്മളെ ഇല്ലായ്മകളും എല്ലാം അറിയുന്ന ആളാണ്. അപ്പൊ വാമനൻ ചെന്നിട്ട് യാചിച്ചു, 3 അടി മണ്ണ് യാചിക്കാനാണ് ഞാൻ വന്നത്. അപ്പം ശാസ്ത്രങ്ങളിൽ അങ്ങനെ പറയുന്നെങ്കിലും അദ്ദേഹം ദരിദ്രനല്ല. അദ്ദേഹം ദരിദ്രനായിട്ടാണോ പോയി മഹാബലിയോട്? കാരണം മഹാബലിക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഭഗവാന്റെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഈ ഭൗതിക ലോകത്ത് വന്ന് നമ്മൾ ഒന്നും കൊണ്ടല്ല വന്നത്,
അല്ലേ? നമ്മൾ എന്തൊക്കെയോ വിചാരിക്കുന്നു, എൻ്റെ വീട്, എൻ്റെ വസ്തു, അല്ലെങ്കിൽ എൻ്റെ പണം, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കള്, ഇതൊക്കെ എല്ലാം ഭൗതികമായിട്ടുള്ള ശാരീരിക അവബോധത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ എന്താ അതുകൊണ്ടാണ് ആ ഭൗതികത, അത് നമുക്ക് ദുഃഖങ്ങളാണ് നൽകുന്നത്. അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്ന ദുഃഖങ്ങളാണ്. മഹാബലി വിചാരിച്ച എന്താ, ഞാൻ ത്രിലോക ചക്രവർത്തിയാണ്, അല്ലെ? 3 ലോകങ്ങളും അടക്കി വാഴുകയാണ് ഞാൻ ഇന്ദ്രപട്ടത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ചിലർ പറയത്തില്ലയോ, അതായത് ഇന്ന പരീക്ഷ എഴുതി ഞാൻ ഇന്ന ഇത് കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ദ്രപട്ടത്തിന് വേണ്ടി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതീവ ബുദ്ധിമാനും അതീവ ഭക്തനുമാണ് മഹാബലി. ഭഗവാനിൽ അത്ര അചഞ്ചലമായ വിശ്വാസം ഒരു അസുരനായിട്ട് പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ചില സമയത്ത് എന്താ ഒരു ചൊല്ലുണ്ടല്ലോ, വിപരീത ബുദ്ധി, വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അന്നേരം ഒരു ചെറിയ ഒരു അഹങ്കാരം ഉണ്ടായി. നീ എന്താ എന്നോട് ഈ 3 അടി മണ്ണ് യോജിച്ചത്? എനിക്ക് എത്രമാത്രം നിനക്ക് തരാൻ പറ്റും? നീ ഒരു പ്രോവിൻസ് ചോദ്യര്, അല്ലെങ്കിൽ ഒരു ഗ്രാമം, എന്ത് വേണേലും എനിക്ക് തരാൻ പറ്റും. ഞാൻ ത്രിലോക ചക്രവർത്തിയാണ്. അപ്പം ഭഗവാൻ ദരിദ്രനായത് കൊണ്ടല്ല യാചിച്ചത്. അപ്പം അദ്ദേഹത്തെ അനുഗ്രഹിക്കണം. മഹാബലിയോടുള്ള യാചന അദ്ദേഹത്തെ അനുഗ്രഹിക്കാനുള്ള ഒരു ഉപായം. അതാണ് ഭഗവാൻ കണ്ടത്. ഭഗവാന്റെ കർമ്മങ്ങൾ ജന്മകർമ്മചമേ ദിവ്യം. ഭഗവാന്റെ കർമ്മങ്ങൾ എന്ന് പറയുന്നതെല്ലാം ദിവ്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ സാധാരണ ബുദ്ധിക്കൊന്നും നിരക്കുന്നതല്ലത്. അതെല്ലാം ഹയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ മഹാബലിയെ ഒന്ന് അനുഗ്രഹിക്കണം. അതിനു മുമ്പേ തന്നെ ദേവന്മാരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അവരെല്ലാം ഒളിവി കഴിയുക. പിന്നെ അതിലുപരി ദേവന്മാരുടെ മാതാവ് അതിഥി, അവര് പയോവ്രതം അനുഷ്ഠിച്ചു. അപ്പൊ എല്ലാത്തിനും കൂടെ ഒരു ഒറ്റമൂലിയായിട്ട് ആണ് അദ്ദേഹം മഹാബലിയുടെ അടുത്ത് വന്നത്. അപ്പം ഭൂമി ദാനം ചെയ്യണം. 3 അടി ഭൂമി ദാനം നൽകി വാമനദേവന് വേണ്ടി മഹാബലി. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? 3 ചുവടുകൾ കൊണ്ട് 3 ഉലകങ്ങളെയും ത്രിലോകങ്ങളെയും അദ്ദേഹം അളന്ന് തൻ്റെ സർവശക്തിയെ പ്രകടിപ്പിച്ചു. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് ഇപ്പം അതാണ്. ഇപ്പൊ അതിവിടെ എടുത്ത് പ്രഭുപാദ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്, പർപ്പറ്റില്ല. അതായത് ഭഗവാനെ പിന്നെ ചിലര് ദരിദ്രനാരായണൻ എന്ന് മനുഷ്യരെ വിളിക്കും. നാരായണൻ എന്ന പേര് ഭഗവാന് വേണ്ടിയുള്ളതാണ്. അപ്പൊ അതിന് ദരിദ്രനാരായണൻ, അല്ലെങ്കിൽ ഇപ്പം മഹാബലി എന്ന് 3 അടി യാചിച്ചു. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ചില സന്ദർഭങ്ങളിൽ ഭഗവാൻ തൻ്റെ സർവശക്തിയെ ഒരു ഭക്തന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഓരോ സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം 3 ഉലകങ്ങളെയും വാമനദേവൻ 3 ചുവട് കൊണ്ട് അളന്ന് സർവശക്തിയെ പ്രദർശിപ്പിച്ചു. അപ്പം ദരിദ്രനാരായണന്മാരെന്ന് പറയപ്പെടുന്നവരെ അവതാരങ്ങളായിട്ട് അംഗീകരിക്കും ചില ആൾക്കാർ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അത് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ ഇപ്പം നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, ഇതെല്ലാം അത് ദൈവത്തിന്റെ അവതാരമാണ്, അത് വിഷ്ണുവിന്റെ അവതാരമാണ്, അതല്ലെങ്കിൽ ദുർഗയുടെ അവതാരമാണ്. അങ്ങനെ പല രീതിയിൽ ആൾക്കാർ ഇന്ന് സമൂഹത്തെ കബളിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും നമ്മൾ ആ അതല്ല. കാരണം ഒരു അവതാരം ഭൗതിക ലോകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, ശാസ്ത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്രങ്ങളിൽ രേഖപ്പെടുത്താത്തതൊന്നും അവതാരമല്ല. ഭക്തിവിനോദ ഠാക്കൂറിന്റെ സമയത്ത് അദ്ദേഹം പിന്നെ ഒരു ഫൽഗുബാബ ഉണ്ടായിരുന്നു. ആ ഫൽഗുബാബ ഇങ്ങനെ ആകാശത്തു നിന്ന്, അദ്ദേഹം സിദ്ധി കിട്ടിയ ഒരു മനുഷ്യനാ, അഷ്ടാംഗ യോഗ സിദ്ധി. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ തീയുടെ മുകളിലിരിക്കും. ആരെങ്കിലും പെണ്ണുങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ആകാശത്തു നിന്ന് ആപ്പിൾ എടുത്ത് കൊടുക്കും, കെണ്ടി വെള്ളം എടുത്ത് കൊടുക്കും. അപ്പോൾ ആൾക്കാരൊക്കെ, വീട്ടുകാർ പെണ്ണുങ്ങളെ എല്ലാം കൊണ്ടുവന്നങ്ങ് അസുഖങ്ങളുള്ളവര് പ്രശ്നങ്ങളുള്ളവരെല്ലാം കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ട് വിടുക. അങ്ങനെ ഇദ്ദേഹം എല്ലാവർക്കും അങ്ങ് വിശ്വാസമായി ദൈവത്തിന്റെ അവതാരം, വിഷ്ണുവിന്റെ അവതാരമാണെന്ന് പറഞ്ഞിട്ട് ഫൽഗു ബാബ. എന്നിട്ട് അവസാനം
ഭക്തിവിനോദ ഠാക്കൂർ അദ്ദേഹം ഇതറിഞ്ഞു. അദ്ദേഹം വന്നിട്ട് ഇദ്ദേഹത്തെ തോൽപ്പിക്കുക ചെയ്തത്. അദ്ദേഹത്തിന്റെ ഈ ഭൽഗുബാബ പല ശക്തികളും ആവാഹിച്ചിട്ട്, അദ്ദേഹം ആർജിച്ച സകല ശക്തികളെയും ആവാഹിച്ച് കാറ്റായിട്ട് അഗ്നിയായിട്ട് എല്ലാം ഭക്തിവിനോദ ഠാക്കൂറിനെ നശിപ്പിക്കാൻ നോക്കി. അദ്ദേഹം വളരെ സ്റ്റഡിയായി, അതായത് കാറ്റത്ത് വെച്ച ഒരു ദീപനാളം പോലെ, അതായത് സ്റ്റഡി ആയിട്ടിരിക്കുകയാണ്. കാറ്റത്ത് വെച്ച ദീപനാളം സാധാരണഗതിയിൽ അത് ചലിക്കും. പക്ഷെ ഇത്രയും വലിയ കൊടുങ്കാറ്റ് പോലുള്ള ശക്തി വന്ന് ഇദ്ദേഹത്തെ അഫക്റ്റ് ചെയ്യാൻ വന്നിട്ട് ആ ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ഭക്തനായിരുന്നു ഭക്തിവിനോദ ഠാക്കൂർ. അദ്ദേഹത്തിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. തിരിച്ചുപോയി വിട്ടവൻ ആരാണോ ഫൽഗുബാബയുടെ സകലതും നശിപ്പിച്ചു. അവസാനം തൻ്റെ ശക്തിയിൽ കൂടി ആർജിച്ചെടുത്ത ആ ശക്തിയെ പറഞ്ഞു വിട്ടു. അതും തിരിച്ചു ചെന്ന് അദ്ദേഹത്തെ തന്നെ വധിച്ചു. ഭക്തിവിനോദ ഠാക്കൂർ വിജയശ്രീലാളിതനായി. അപ്പൊ ഇതൊക്കെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യമേവ ജയതേ, സത്യം എപ്പോഴും ജയിക്കും, സത്യത്തിന് എപ്പോഴും വിജയമുണ്ട്. ഭഗവാനാണ് സത്യം, പരമസത്യം അല്ലേ? സത്യം സത്യം പുനഃസത്യം ഹരേർനാമൈവ കേവലം. അപ്പൊ ഭഗവാനാണ് പരമമായിട്ടുള്ള സത്യം. നമ്മൾ പറയും 4 നെടും തൂണുകൾ അല്ലേ? അതായത് ഒന്ന് സത്യമാണ്, ഒന്ന് ദയയാണ്, ഒന്ന് പരിശുദ്ധിയാണ്. അപ്പൊ എന്ന് പറയുന്ന പോലെ പരമമായിട്ടുള്ള സത്യം, പരമസത്യം എന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പൊ അങ്ങനെ ആ ഭഗവാന്റെ സർവശക്തിയെ പ്രദർശിപ്പിക്കുന്നത്, ഭഗവാൻ ഓരോ അവസരത്തില ആൾക്കാരിലെ ഇത് കാണിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അതായത് ചില ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള അവതാരങ്ങൾ ഭൗതിക ലോകത്ത് ഇപ്പൊ തന്നെ പാശ്ചാത്യ നാട്ടിലൊക്കെ ആൾക്കാർ പോയിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെയൊക്കെ സന്യാസിമാരാന്നൊക്കെ പറഞ്ഞ് പോയിച്ച് പറയും, നിങ്ങൾക്ക് മന്ത്രം തരാം, പൈസ തന്നാൽ മതി, ഞാനും ഭഗവാന്റെ ഒരു അവതാരമാണ്. പല കൺകെട്ട് വിദ്യകളും അവർ കാണിക്കും. അപ്പം ചില ബുദ്ധി കുറഞ്ഞ ആൾക്കാർ അതിനകത്തേക്ക് ആകർഷണം ഉണ്ടാകും. ഈയാമ്പാറ്റകളെ പോലെ. അതിനാണ് പറയുന്നത് ഈയാമ്പാറ്റ ഇപ്പം അഗ്നിയുടെ ഭംഗി ശോഭ കണ്ടിട്ട് ഈയാമ്പാറ്റകളെല്ലാം വന്ന് അഗ്നിക്കകത്ത് പറന്ന് വീഴും. അതെല്ലാം ചിറക് കരിഞ്ഞ് അതിൻ്റെ അന്ത്യം അവിടെയാണ്. അതേപോലെ നമ്മൾ ഒരിക്കലും ഈ ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഈശ്വരൻ എന്ന വ്യക്തി അതിനെ പരിപൂർണമായും മനസ്സിലാക്കാൻ നമുക്ക് അവസരങ്ങളും ശാസ്ത്രങ്ങളും ആചാര്യന്മാരും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഒരു വെല്ലുവിളി എന്നോണമാണ് ഇങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാരുടെ അവതാരം കൊണ്ടുവരുന്നവർ. ഒരിക്കലും അപ്പൊ നമ്മൾ അതിനെയൊന്നും അംഗീകരിക്കരുത്. കാരണം അവർക്ക് യഥാർത്ഥ അവതാരങ്ങളിലൂടെ ഐശ്വര്യങ്ങളൊന്നും പ്രദർശിപ്പിക്കാൻ കഴിയത്തില്ല. ഭക്തിവിനോദ ഠാക്കൂർ ചോദിച്ചിട്ടുണ്ട് ഈ ഫൽഗുബാബയോട്, നിനക്ക് ഗോവർദ്ധന പർവ്വതം ഉയർത്താൻ പറ്റുമോ? ചെറുവിരൽ കൊണ്ട് ഭഗവാൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തി, നിനക്കതിന് സാധ്യമാവുമോ? നീ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ കബളിപ്പിക്കുന്നത്? നീ ഇത് ചീറ്റിംഗ് ആണ് എന്ന് പറയുമായിരുന്നു. അദ്ദേഹം വാണിംഗ് കൊടുത്തതാണ്. പക്ഷെ സ്വയം നശിച്ചു എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ തന്നെ അവിടെ അവസാനിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ, ഫൽഗുബാബയുടെ. അപ്പൊ അതാണ് ഭൗതിക ലോകം. മനുഷ്യര് നിസാരമായിട്ടുള്ള തുച്ഛമായിട്ടുള്ള ചെറിയ ചെറിയ എന്താ പറയാ അംഗീകാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതം ഹോമിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളിപ്പം പൊതുവെ നോക്കുവാണെങ്കിൽ നമ്മൾ ഭഗവാനിലും ഭഗവാന്റെ അവതാരങ്ങളിലും നമ്മൾ പരിപൂർണമായ വിശ്വാസം അർപ്പിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, ഭക്തിയുത സേവനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഭൗതിക ലോകമാണ് ദുഃഖങ്ങളും പ്രയാസങ്ങളും പിന്നെ എന്താ പറയാ പരീക്ഷണങ്ങളും ഒക്കെ നേരിടേണ്ടി വരും. പക്ഷേ ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസം നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ശ്ലോകം 36. ഗോവിന്ദേര ആജ്ഞാദീല ഇൻഹ ആജിഹൈതേ ബൗലീയ വിശ്വാസേധാനാദിബേയസീതേ. ഗോവിന്ദന് മഹാപ്രഭു ആജ്ഞ നൽകി, ഇന്നു മുതൽ മായാവാദിയായ ആ കമലാകാന്ത വിശ്വാസനെ ഇവിടെ വരാൻ അനുവദിക്കരുത്. അപ്പൊ ഭയങ്കര ദേഷ്യമായിരിക്കുകയാണ് ഭഗവാന്.
അവൻ മായാവാദിയാണ്, അവനെ ഒരു കാരണവശാൽ ഇവിടെ വരാൻ അനുവദിക്കരുതെന്ന് ഗോവിന്ദൻ എന്ന് പറയുന്ന ഭഗവാന്റെ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിന് ആജ്ഞ നൽകി. അപ്പോൾ ബൗലിയാർ എന്ന് പറയുന്നുണ്ട്. ബൗലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായാവാദികളെയാണ് ബൗലിയ എന്ന് പറയുന്നത്. അപ്പം ചിലര് ബൗലിയർ എന്ന് പറയും, ചിലര് ബൗലർ എന്ന് പറയും. അപ്പം ഭഗവാന് അംഗീകരിതമല്ലാത്ത 13 അനുയായി വിഭാഗങ്ങളുണ്ട്. ഭഗവാൻ അംഗീകരിക്കാത്ത ആൾക്കാർ. അതായത് നമ്മൾ പറയല്ലോ സഹജിയാസ് എന്ന് പറയും. വൃന്ദാവനത്തിലുള്ള ഒരു കൂട്ടരാണ് സഹജിയാസ്. അവരിങ്ങനെ ഭക്തിയുത സേവനമൊന്നും ചെയ്യാതെ പിന്നെ ഗോപി ഭാവത്തിലൊക്കെ ഇങ്ങനെ അഭിനയിക്കും, രാധേ രാധേ എന്ന് വിളിക്കും. നമ്മൾക്കുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ ആസ് എ സെർവൻറ്റ്, ഞാൻ ഭഗവാൻ, അത് ചൈതന്യ മഹാപ്രഭു അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഗോപി ഭർത്തൃ പദകമലയോ ദാസാനുദാസ. ഭഗവാന്റെ പിന്നെ 100 ഗോപികമാരായിട്ടുള്ള ഭക്തകളില് ഏറ്റവും ഈ അറ്റത്തെ ഒരു ഭക്തനായാൽ മതി എനിക്ക്. മമ ജന്മനി ഈശ്വരേ ഭവതാത് ഭക്തിരഹൈതു കീർത്തി. എനിക്കിനി എത്ര ജന്മങ്ങൾ തന്നാലും വേണ്ടിയില്ല ഭഗവാനെ, അവിടുത്തെ സേവനം തന്ന് അനുഗ്രഹിച്ചാൽ മതി. എവിടെ കൊണ്ട് വേണേലും എന്നെ ഇട്ടു, നരകങ്ങളിലോ അല്ലെങ്കിൽ സ്വർഗത്തിലോ എവിടെ വേണമെങ്കിലും ഇവിടെ, അത് അങ്ങയുടെ ഇഷ്ടം. അതാണ് ഏറ്റവും ലാസ്റ്റ് ശരണാഗതിയാണ്. ശിഷ്ടാഷ്ടകത്തിലെ ആശ്ലിഷ്യവാ പാദരതാം പിനഷ്ടുമ അദർശാനാം മർമ്മഹതാം കരോതുവ യഥാ തഥാവാ വിദധാതു ലംബതോ മത് പ്രാണനാഥസ്തു സയേവനാപരഹ. അങ്ങ് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ എനിക്ക് ദർശനം നൽകാതെ ഇരുന്നാലും, എന്നെ താഴെ ഇട്ട് ചവിട്ടി തേച്ചാലും അതേപോലെ അതേപോലെ തന്നെ ആയിക്കോട്ടെ ഭഗവാനെ, അങ്ങ് എപ്പോഴും എൻ്റെ പ്രാണനാഥനായിരിക്കും, എപ്പോഴും എൻ്റെ പ്രാണനാഥനായിരിക്കും അങ്ങ്. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. അതാണ് അടിയുറച്ച വിശ്വാസം. നമ്മൾ ചിലപ്പോൾ നമുക്ക് പരീക്ഷണങ്ങൾ, അസുഖങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പോഴാ നമ്മൾ വിചാരിക്കുമോ എന്താ ഇങ്ങനെയൊക്കെ. പലരും പറയുന്നതും കേട്ടിട്ടുണ്ട്, നമ്മളിതൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്താ പ്രശ്നങ്ങൾ വരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഭഗവാൻ തരുന്ന അനുഗ്രഹമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, നമുക്ക് വരുന്ന പരീക്ഷണങ്ങളെ ഭഗവാന്റെ മേൽനോട്ടത്തിലാണ് അത് നമ്മുടെ അടുത്ത് വരുന്നത് എന്ന് നമ്മളൊന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശോകവും മോഹവും ഭയവും എല്ലാം പോകും. ഭക്തി ഉൽപ്പത്യതേ പുംസാം ശോകമോഹ ഭയാപഹ. നമ്മുടെ ശോകവും മോഹവും ഭയവും എല്ലാം പോകും. അപ്പം അതാണ് നമുക്ക് വേണ്ടത്. അപ്പം ഈ പലതരത്തിലുള്ള അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സഹജിയാസ്. അവര് അഭിനയം എന്ന് നമുക്കിപ്പോൾ അതിനോടൊന്നും പറയാനുള്ള അവകാശമില്ല. കാരണം സഹജിയാസ് ആയിട്ടുള്ള ഈ വൃന്ദാവനവാസികളെ നമ്മൾ ആരും ഭക്തന്മാരാരും കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയോ പ്രൊമോട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല, അവരോട് പോകത്തുമില്ല. പിന്നെ അപസമ്പ്രദായക്കാർ പലരായിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് മഹാപ്രഭു ഗോവിന്ദനോട് ആജ്ഞാപിച്ചത്, ഈ കമലാകാന്ത വിശ്വാസൻ ഒരു ബൗലിയനാണ്. ബൗലിയൻ എന്ന് വെച്ചാൽ അവൻ മായാവാദിയാണ്. അപ്പൊ അതുകൊണ്ട്, കാരണം എനിക്ക് ഈ മായാവാദികൾ എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും പറ്റില്ലാത്ത കാര്യം, ഭഗവാൻ പറയുന്ന പോലെ എപ്പോഴും അതാണ് ചൈതന്യ മഹാപ്രഭു വളരെ പർട്ടിക്കുലർ ആണ് ആ കാര്യത്തിൽ. അപ്പം ഗോവിന്ദനോട് ആജ്ഞാപിച്ചതുകൊണ്ട്, കാരണം അതാണ് ബൗലിയ സമ്പ്രദായക്കാര്, ആവുല സമ്പ്രദായക്കാര്, സഹജീയ സമ്പ്രദായക്കാര്, സ്മാർത്തര്, ജാതി ഗോസായിമാര്, അതിവാദികള്, ചൂടാധാരി പിന്നെ അതുപോലെ ഗൗരാംഗ നാഗരി. ഇപ്പൊ ഗൗരാംഗ നാഗരി എന്ന് വെച്ചാൽ അതും ചൈതന്യ മഹാപ്രഭുവിന്റെ പേരിലുള്ള ഒരു ആൾക്കാരാണ്. അപ്പൊ അവര് ഈ ഗൗരാംഗ നാഗരി അവരും ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് നടക്കുന്നെങ്കിലും ഹരേ കൃഷ്ണ അല്ല അവര് ജപിക്കുന്നത്. ഭഗവാൻ ഒരു നാമം നമുക്ക് ഒരു മന്ത്രം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മന്ത്രത്തെ അംഗീകരിച്ച് അത് ജപിച്ച് നമുക്ക് അതിൻ്റെ ആ അനുഗ്രഹം കിട്ടുന്നത്. ഇത് ഇവരെന്ന് വെച്ചാൽ നിത്യാനന്ദ ഗൗരംഗ ഹരേ കൃഷ്ണ ഹരേ രാമ ഇങ്ങനെയാണ് അവർ ചൊല്ലുന്നത്. അതാണ് ഗൗരംഗ നാഗരികൾ. പിന്നെ അതുപോലെ സ്മാർത്ത ബ്രാഹ്മണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ചടങ്ങുകളൊക്കെ ചെയ്യാനാണ് താല്പര്യം. ഒരിക്കലും ഭഗവാന്റെ തിരുനാമം ജപിക്കാനോ ഭക്തിയുത സേവനം ചെയ്യാനോ താല്പര്യമില്ലാത്തവരാണ്. ഇങ്ങനെയൊക്കെയുള്ള അപസമ്പ്രദായക്കാര് ഉണ്ട്.
പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യത്വ പരമ്പരയിലുള്ളവരാണ് അവർ അവകാശപ്പെടുന്നുണ്ട്. ഇപ്പൊ തന്നെ ഈ നിത്യാനന്ദ പ്രഭുവിന്റെ നിത്യാനന്ദ ഗോസായി, അപ്പൊ അവര് ഗോസ്വാമിമാര്, പിന്നെ ആൾക്കാര്, ഇവരൊക്കെ ഒരുപാട് ആൾക്കാര് ഈ പല സമ്പ്രദായത്തിൽ നിന്ന് വന്നിട്ട് അവരൊക്കെ അവകാശപ്പെടും ഞാൻ നിത്യാനന്ദ പ്രഭുവിന്റെ പിന്നെ കുടുംബ ബന്ധത്തിലുള്ളവരാണ്, അല്ലെങ്കിൽ ഗോസായി ചൈതന്യ ഗോസായിയുടെ കുടുംബത്തിലുള്ളവരാണ് എന്നൊക്കെ അവകാശപ്പെടുന്നെങ്കിലും പിന്നെ ഒരിക്കലും ഭഗവാന്റെ ഗോത്രം അല്ലെങ്കിൽ ഭഗവാന്റെ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ അംഗീകരിച്ച് പരിപൂർണമായും ഭഗവാന്റെ അംഗീകാരം ഉള്ളവരായിരിക്കണം. അതായത് ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ പരിപൂർണമായും അനുസരിക്കുന്നവരായിരിക്കണം, അനുയായികളായിരിക്കണം. അതാണ് രൂപാനുഗ എന്ന് പറയുന്നത്. രൂപാനുഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപഗോസ്വാമിയുടെ അനുയായികൾ, അദ്ദേഹത്തെ അനുഗമിക്കുന്നവരായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ളവരെ മാത്രമേ നമുക്ക് നമ്മുടെ പരമ്പരയിൽ, അതാണ് ബ്രഹ്മ മാധവ ഗൗഡീയ സമ്പ്രദായത്തിൽ അംഗീകരിക്കത്തുള്ളൂ. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങളൊക്കെ ചെയ്തേച്ച് ഞാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ പിൻഗാമി എന്ന് പറയാൻ അവകാശമില്ല. അപ്പൊ അവരെ ആരെയും ഭഗവാൻ അനുഗ്രഹിക്കത്തുമില്ല. ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യത്വ പരമ്പരയുള്ളവരാണെന്ന് അവകാശപ്പെടും. അപ്പൊ അവരൊക്കെ ഭഗവാൻ തന്നെ വാസ്തവത്തിൽ അവരെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, അവരെ ഭഗവാൻ അംഗീകരിക്കുന്നതല്ല. അതാണ് ശ്ലോകം 37. ദണ്ഡശൂനി വിശ്വാസഹൈല പരമദുഃഖീത ശൂനിയ പ്രഭുരദണ്ഡ ആചാര്യ ഹർഷിത. ചൈതന്യ മഹാപ്രഭു നൽകിയ ശിക്ഷയെക്കുറിച്ച് കേട്ട കമലാകാന്ത വിശ്വാസൻ അത്യന്തം ദുഃഖിച്ചു. എന്നാൽ അദ്വൈത പ്രഭു അദ്ദേഹത്തെ കുറിച്ച് കേട്ടപ്പോൾ സന്തോഷിച്ചു. അപ്പം ഭഗവത്ഗീതയിലെ ഭഗവാൻ പറയുന്നുണ്ട്, സമൂഹം സർവഭൂതേഷു നമേ ദേഷ്യോ അസ്തിന പ്രിയ എന്ന്. എനിക്ക് ആരോടും ദേഷ്യമില്ല, ആരോടും പക്ഷപാതമില്ല, എല്ലാവരെയും എനിക്ക് തുല്യനാണ്, അല്ലേ, സമഭാവനയാണ് എനിക്കുള്ളത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ എല്ലാവർക്കും സമനാണ്. ആർക്കും അവിടുത്തെ ശത്രുവോ മിത്രവോ ഒന്നും ആകാനാവില്ല. എല്ലാവരും ഭഗവാന്റെ അംശമാണ്, അല്ലെങ്കിൽ പുത്രനാണ്. അപ്പൊ ഭഗവാൻ ഒരിക്കലും പക്ഷപാതിയാകാൻ കഴിയില്ല. ഇതെന്റെ മിത്രം അല്ലെങ്കിൽ ഇതെന്റെ ശത്രു, അങ്ങനെ ഭഗവാൻ ആരെയും വേർതിരിച്ച് കാണാൻ കഴിയില്ല. പക്ഷെ എന്നാലും ഭഗവാന് ഒരു വാക്കൂടെ പറയുന്നത് എന്താണ്, ആരാണോ എന്നെ പരിപൂർണമായിട്ട് എപ്പോഴും ഭഗവത് സേവനം ചെയ്യുന്നത് അവർക്ക് ഒരു പ്രത്യേകത എനിക്കുണ്ടായിരിക്കും. ഭക്തന്മാരോട് ഒരു പ്രത്യേക അനുകമ്പ എനിക്കുണ്ടാവും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മഹാപ്രഭു കമലാകാന്ത വിശ്വാസനെ ഒരിക്കലും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വരുവാൻ അനുവദിച്ചില്ല. അങ്ങനെ ഒരു കഠിനമായ ശിക്ഷയാണ് കൊടുത്തത്. അപ്പം അദ്വൈത പ്രഭുവിന് ഭയങ്കര സന്തോഷമായി, അദ്വൈതാചാര്യക്ക്. കാരണം കമലാകാന്ത വിശ്വാസനെ അനുഗ്രഹിക്കുകയാണ് എന്ന് അദ്വൈതാചാര്യൻ മനസ്സിലാക്കി. അല്ലാതെ അദ്ദേഹത്തിന് കമലാകാന്തൻ എൻ്റെ പേരിൽ ഇങ്ങനെ പൈസ കൊടുക്കണമെന്നൊക്കെ എഴുതി വെച്ചത് കൊണ്ട് അതല്ല. നമ്മൾ സാധാരണഗതിയിലെ മറ്റേത് ഭൗതികമായ ചിന്താഗതിയാണ്. എന്തായാലും ആട്ടെ, പിന്നെ എന്നോട് അവനിങ്ങനെ കാണിച്ചതിന് ഭഗവാൻ അവനെ ശിക്ഷിച്ചല്ലോ, അതല്ല അദ്വൈതാചാര്യ ചിന്തിച്ചത്. ഇത് ഭഗവാന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഔദാര്യമാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമാണ്. അപ്പം അദ്വൈതാചാര്യ അങ്ങനെയാണ് സന്തോഷിച്ചത്. അപ്പൊ അദ്ദേഹം അനുഗ്രഹിക്കുകയാണെന്ന് മനസ്സിലാക്കി. അപ്പൊ അതുകൊണ്ടൊന്നും വലിയ അസന്തുഷ്ടിയൊന്നും അദ്വൈതാചാര്യനുണ്ടായില്ല. അപ്പം ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും യജമാനനാണ്. ഭഗവാൻ തങ്ങളോട് എങ്ങനെ പെരുമാറിയാലും ഭക്തന്മാര് സന്തുഷ്ടരായിരിക്കും. അപ്പം ഒരു ഭക്തൻ നമ്മള് കഷ്ടപ്പാടുകളിലേട്ട് പോകത്തില്ല, അല്ലെങ്കിൽ ഐശ്വര്യസമ്പന്നനാകും. അപ്പം നമ്മളിപ്പം നോക്കുമ്പോഴാ ചിലപ്പോ ചിലർക്ക് കഷ്ടപ്പാടുകളിൽ ഭക്തനായാലും ചിലർക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകും, ചിലർക്ക് ഐശ്വര്യം ഉണ്ടാകും. പക്ഷെ രണ്ടും ഭഗവാന്റെ സമ്മാനങ്ങളായിട്ട് സ്വീകരിക്കണം. അത് ആചാര്യന്മാര് മാത്രമേ അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ ശ്രീല പ്രഭുപാദ അദ്ദേഹത്തിന്റെ കുറേ പരീക്ഷണ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഫാർമസി ഒക്കെ പൂട്ടി, എല്ലാം നഷ്ടത്തിലായി, ബിസിനസ് എല്ലാം നഷ്ടത്തിലായി, ഒരുപാട് ധനനഷ്ടം ഉണ്ടായി, ഫാമിലി അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. പിന്നെ അദ്ദേഹം പൂർണ്ണമായിട്ടും
കുടുംബം ഉപേക്ഷിച്ച് അദ്ദേഹം വൃന്ദാവനത്തിൽ രാധാ ദാമോദര ക്ഷേത്രത്തിൽ പോയി. ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ വന്നു. ഒന്നുമില്ലാത്ത ഒരവസ്ഥ. വലിയ ബിസിനസ്മാൻ ആയിരുന്നു. അതിനോടൊപ്പം പ്രീച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥയിലേക്ക് താഴേണ്ടി വന്നു എന്ന് പുറമേ നിൽക്കുന്നവർക്ക് തോന്നാം. പക്ഷേ ഭഗവാൻ അനുഗ്രഹിച്ചായിരുന്നു അദ്ദേഹത്തിനെ. പിന്നീട് അദ്ദേഹം എന്തിൻ്റെ എല്ലാം ഉടമസ്ഥനായി. ഇന്ന് ലോകമെമ്പാടുമുള്ള ഇസ്കോൺ എന്ന് പറയുന്നത് ശ്രീല പ്രഭുപാദിന്റെ പേരിൽ തന്നെയാണ്, അല്ലേ? ഇപ്പൊ ഭഗവാന്റെ പേരിലാണ് ഇസ്കോൺ എങ്കിലും അതിന്റെ സ്ഥാപക ആചാര്യൻ എന്നെന്നും നിലനിൽക്കുന്ന പേരാണ് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്. അദ്ദേഹം ഇന്ന് ഓരോ ഭക്തന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. നമ്മളും അദ്ദേഹത്തെ ഓരോ നിമിഷവും കാണുകയാണ്. അദ്ദേഹത്തിന്റെ ബുക്കുകളിൽ കൂടി, അദ്ദേഹത്തിന്റെ വാണിയിൽ കൂടി, അദ്ദേഹത്തിന്റെ ഭക്തന്മാരിൽ കൂടി നമ്മളും ശ്രീല പ്രഭുപാദെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. എന്തുകൊണ്ടാ? അതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശക്തി, യഥാർത്ഥ കീർത്തി, അനുഗ്രഹം ഭഗവാന്റെ. അപ്പൊ എന്ന് പറയുന്ന പോലെ നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ അത് രണ്ടും ഭഗവാന്റെ സമ്മാനമായിട്ട് സ്വീകരിച്ചു ഏത് പരിതസ്ഥിതി ആയാലും ആഹ്ലാദപൂർവം ഭഗവാന്റെ സേവനത്തിൽ മുഴുകണം. അതാണ് വിശ്വാസേരേ കാഹേ തുമി ബേഡ ഭാഗ്യവാൻ തോമാരെ കരില ദണ്ഡ പ്രഭു ഭഗവാൻ. കമലാകാന്ത വിശ്വാസൻ ദുഃഖിതനാണെന്ന് കണ്ട അദ്വൈതാചാര്യൻ പറഞ്ഞു, പരമപുരുഷനായ ചൈതന്യ മഹാപ്രഭുവിനാൽ ശിക്ഷിക്കപ്പെട്ട നീ മഹാഭാഗ്യവാനാണ്. അപ്പം നിന്നെ ഭഗവാൻ ശിക്ഷിച്ചെങ്കിൽ നീ ഭഗവാന്റെ കണ്ണിൽ നീ പെട്ടു, അല്ലേ? ഇപ്പൊ സാധാരണ ഗതിയില എല്ലാരെയൊന്നും ഭഗവാൻ ശ്രദ്ധിക്കത്തില്ല. വിശേഷിച്ച് ഭൗതികത കൂടുതലുള്ള ആൾക്കാരെ ഭഗവാൻ ഗൗനിക്കാറില്ല. അപ്പം ഭഗവാൻ ഗൗനിക്കാറേ ഇല്ല. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ ഇത് ഭഗവാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, നീ മഹാഭാഗ്യവാനാണ്. അപ്പൊ ഇത് അദ്വൈത പ്രഭുവിന്റെ ആധികാരികമായ വിലയിരുത്തൽ അതാണ്. ഭഗവാന്റെ ആജ്ഞയാൽ തനിക്ക് വിധി വിപര്യങ്ങളൊക്കെ ഉണ്ടായി. ഒരുവൻ അങ്ങനെ ആ സമയത്ത് ഒരിക്കലും അസന്തുഷ്ടനാകരുത്. അതാണ് അദ്വൈതാചാര്യന്റെ ഉപദേശം. പരമോന്നതനായ ഭഗവാൻ സമ്മാനിക്കുന്ന ഭാഗ്യം അത് സുഖകരമാകട്ടെ അസുഖകരമാകട്ടെ ഭക്തൻ സസന്തോഷം സ്വീകരിക്കണം. അപ്പോ അതിന് അദ്ദേഹം ഉദാഹരണം പറയുന്ന ഏതാണ്? പൂർവേ മഹാപ്രഭു മോരേ കരേന സമ്മാന ദുഃഖപായേ മനയാമി കൈലൂനനുമാന. അതായത് ഞാൻ അവിടത്തേക്കാൾ മുതിർന്നവനായതിനാൽ മുമ്പ് മഹാപ്രഭു എല്ലായ്പ്പോഴും എന്നെ ബഹുമാനിച്ചിരുന്നു. പക്ഷേ അത്തരം ബഹുമാനം ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അസന്തുഷ്ടനായ ഞാൻ ഒരു പദ്ധതി തയ്യാറാക്കി. അപ്പം അതാണ്, അതായത് പണ്ട് അതായത് മുക്തി ശ്രേഷ്ഠ കാരി കൈനു വാസിഷ്ഠ വ്യാഖ്യാന കൃതാഹായ പ്രഭു മോരേ കൈല അപമാന. അങ്ങനെ മോക്ഷത്തെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായി പരിഗണിക്കുന്ന യോഗാവശിഷ്ടം എന്ന ഗ്രന്ഥത്തെ ഞാൻ വിശകലനം ചെയ്തു. ഇതിൽ ഭഗവാൻ കുപിതനായി എന്നോട് അനാദരപൂർവ്വം പെരുമാറി. അപ്പൊ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിനെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ടാകും ക്ലാസ്സിൽ. ഈ അദ്വൈതാചാര്യ ഒരിക്കല് ചൈതന്യ മഹാപ്രഭു എപ്പോഴും കാണുമ്പോഴെല്ലാം അദ്വൈതാചാര്യൻ മുതിർന്നതായതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ പാദം തൊട്ട് വന്ദിക്കുമായിരുന്നു. അത് അദ്ദേഹത്തെ ഭയങ്കര ബഹുമാന പുരസ്സരം കാണുകയൊക്കെ ചെയ്യുമ്പോഴ അത് അദ്ദേഹത്തിന് ഭയങ്കര ഒരു വിഷമമാണ്. ഭഗവാൻ വന്നിട്ട് എൻ്റെ പാദത്തെ പിടിക്കുന്നല്ലോ, എന്താ ഇന്ന് ചെയ്യുക എന്ന് എപ്പോഴും അദ്ദേഹം ചിന്തിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് എങ്ങനെയാ ഒരു ശിക്ഷ കിട്ടുന്നത്? എന്നെ അദ്ദേഹം എന്താ ശിക്ഷിക്കാത്ത? ഞാൻ എന്ത് ചെയ്താൽ അദ്ദേഹത്തിൽ നിന്ന് എനിക്കൊരു ശിക്ഷ കിട്ടും? അദ്ദേഹത്തിന്റെ കാരുണ്യം കിട്ടും. ശിക്ഷ എന്ന് വെച്ചാൽ കാരുണ്യം തന്നെയാണ്. ഗുരുവിൽ നിന്ന് നമുക്ക് പല പല പരീക്ഷണങ്ങളും വരും. ഗുരു ചിലപ്പോൾ നമ്മളെ ശിക്ഷിക്കും. അതൊക്കെ അദ്ദേഹത്തിന്റെ അനുഗ്രഹമാണെന്ന് നമ്മൾ വിചാരിക്കണം. അതുപോലെ ഭഗവാന്റെ ശിക്ഷ ഇത് അദ്വൈതാചാര്യക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ വരുമ്പോഴാ അദ്ദേഹത്തിന്റെ വീടിന്റെ വാതൊക്കെ കുറെ ആൾക്കാരെ വിളിച്ചിരുത്തി യോഗാവശിഷ്ടം പഠിപ്പിക്കുന്നു. യോഗാവാസിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്രന്ഥമാണ്. അതില് മോക്ഷത്തെ കുറിച്ചാണ്. ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്ന മോക്ഷമാണ്. അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് പറയുക. അപ്പം അവ്യക്തിഗതമായ അബദ്ധധാരണകൾ നിറഞ്ഞതാണ് ഈ മായാവാദികളുടെ യോഗാവശിഷ്ട എന്ന് പറയുന്ന ഗ്രന്ഥം. അതായത് വൈഷ്ണവ സിദ്ധാന്തങ്ങളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അപ്പം ആ ഗ്രന്ഥത്തെക്കുറിച്ച് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പം വൈഷ്ണവര് ആരും തന്നെ ആ ഗ്രന്ഥത്തെ നോക്കരുത്, പഠിക്കരുത്. അതുകൊണ്ട് ആദ്യമേ ചൈതന്യ മഹാപ്രഭു പറഞ്ഞത് ഈ മായാവാദ സിദ്ധാന്തികളുമായിട്ടുള്ള അല്ലെങ്കിൽ അവരുമായിട്ടുള്ള മായാവാദ തത്വശാസ്ത്രം പിന്തുടരുന്നവർക്ക് നാശമാണ്. മായാവാദ ഭാഷ്യശൂനിലേഹായ സർവനാശ എന്ന് പറയുന്ന പോലെ ആരും അത് കേൾക്കാൻ പാടില്ല, അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല. വളരെ കർശനമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുക. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോ ഒരിക്കൽ ഈ അദ്വൈതാചാര്യ ഈ യോഗാവശിഷ്ടം പഠിപ്പിക്കുന്ന ആൾക്കാരെ വിളിച്ചിരുത്തി. അദ്ദേഹം വന്ന് കേൾക്കുമ്പോ ഇതാണ് പഠിപ്പിക്കുന്നത്. വന്നേച്ചു ഭയങ്കര ദേഷ്യം വന്ന് ഇദ്ദേഹത്തിന്റെ കാലെ പിടിച്ച്, പ്രായമുള്ള ഒരു മനുഷ്യനാണ്, കാലെ പിടിച്ച് താഴെ ഇട്ടിട്ട് ചവിട്ടി. ദേഷ്യം കൊണ്ട് അങ്ങോട്ട് ചവിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ അദ്വൈതാചാര്യ അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി. ചിരിക്കുക, അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം അദ്ദേഹം ചവിട്ടിയത് കണ്ടപ്പോഴാണ്. ചൈതന്യ മഹാപ്രഭു ഇദ്ദേഹത്തെ ചവിട്ടിയത് ഭയങ്കര സന്തോഷമായിട്ട് ഇപ്പൊ അപ്പോഴത്തേക്ക് സീതാ ഠാക്കുറാണി അദ്ദേഹത്തിന്റെ പത്നി ഓടി വന്നേച്ച് പറഞ്ഞു, ഓ അദ്ദേഹം ഒരു വയസ്സനാണ്, അദ്ദേഹം മരിച്ചു പോകും, അങ്ങനെ ചെയ്യല്ലേ, അദ്ദേഹത്തോട് അങ്ങനെ ചെയ്യല്ലേ എന്നിങ്ങനെ പുറകെ നടന്ന് പറയുന്നുണ്ട്. കാരണം ചൈതന്യ മഹാപ്രഭുവിന് ഭയങ്കര ദേഷ്യം വന്നു. അപ്പം ആ ദേഷ്യം വന്നിട്ട് അദ്ദേഹം ചോദിക്കും, ക്ഷീരസാഗരത്തിൽ കിടന്ന എന്നെ നീ വിളിച്ച് ഇവിടെ വരുത്തിയിട്ട് നീ അദ്വൈത സിദ്ധാന്തം പഠിപ്പിക്കുവാണോ, മായാവാദ സിദ്ധാന്തം പഠിപ്പിക്കുവാണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ക്ഷീരസാഗരത്തിൽ എത്ര സന്തോഷത്തോടു കൂടി കിടക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന്റെ പെട്ടെന്ന് അദ്ദേഹം തന്റെ മഹാപ്രകാശ ലീല, അത് ക്ഷീരസാഗരത്തിൽ ശയിച്ചുകൊണ്ടിരുന്ന എന്നെ ഇവിടെ ഈ ഭൂമിയിലേക്ക് വിളിച്ചു വരുത്തിയത് നീയാണ്. അദ്വൈതാചാര്യ നിമിത്തമാണല്ലോ വരുന്നത്. അപ്പൊ നീയാണ്. അപ്പൊ നീ ഇപ്പൊ എന്നിട്ട് എന്താ ചെയ്യുന്നത്? അദ്വൈതവാദം പഠിപ്പിക്കുന്നോ എന്ന് ചോദിക്കും. അപ്പോ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഫോൺ വന്നിട്ടുണ്ട്, ഫോണ്. അദ്വൈതാചാര്യക്ക് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം ഭഗവാന്റെ പാദങ്ങളെ കയറി പിടിച്ച് അദ്ദേഹം ഭയങ്കരമായിട്ട് ഉച്ചത്തിൽ ചിരിക്കും. അപ്പൊ എന്നിട്ട് പിന്നെ ചൈതന്യ മഹാപ്രഭുവിന് മനസ്സിലായി. അപ്പൊ പറഞ്ഞു, ഇപ്പോഴെങ്കിലും അങ്ങ് എന്നെ ശിക്ഷിച്ചല്ലോ, ഞാൻ അങ്ങയുടെ ഈ ഒരു ശിക്ഷ ഏൽക്കാൻ വേണ്ടി അങ്ങയുടെ അനുഗ്രഹം ഇങ്ങനെ ഒരു ശിക്ഷയിൽ കൂടി എനിക്കൊരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി എത്ര കാലം കൊണ്ട് ഞാൻ കാത്തിരുന്നതാണ്, വളരെ സന്തോഷമായി എനിക്ക് എന്ന് പറയും. അപ്പൊ അന്നേരം ചൈതന്യ മഹാപ്രഭു പുഞ്ചിരിച്ചിട്ട് അദ്ദേഹത്തിന് അറിയാം, ഒരിക്കലും അദ്വൈതാചാര്യ മായാവാദിയല്ല, യോഗവശിഷ്ട പഠിപ്പിക്കുന്ന ആളല്ല, അദ്ദേഹം ആ തത്വങ്ങളെ അംഗീകരിക്കുന്ന ആളല്ല. പക്ഷേ ചൈതന്യ മഹാപ്രഭുവിന്റെ നേരിട്ടുള്ള ഒരു അനുഗ്രഹം കിട്ടാൻ വേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ഉപായം മാത്രമാണിത്. അപ്പൊ അങ്ങനെ ചൈതന്യ മഹാപ്രഭു ഈ അവ്യക്തവേദ പ്രസ്താവനകളെ പിന്തുണയ്ക്കാൻ അദ്വൈതാചാര്യ യോഗവശിഷ്ട പഠിപ്പിച്ചു എന്ന് വിചാരിച്ചാണ് അങ്ങനെ അദ്ദേഹം ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിനോട് അത്യന്തം കുപിതനായി ബാഹ്യമായിട്ടാണ് അനാദരപൂർവ്വം പെരുമാറിയത്. ബാഹ്യമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്നതല്ലത്, ബാഹ്യമായിട്ട്. ചിലപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനും അറിയാം, അവര് പരസ്പരം അറിഞ്ഞവരാണ്. അപ്പൊ അങ്ങനെ രണ്ടുപേരും കൂടെ അവരുടെ ഒരു ലീല, ഓരോരോ ലീലകളാണ് ഇതെല്ലാം. ചൈതന്യ മഹാപ്രഭുവിന്റെയും ഭഗവാന്റെ ഭക്തന്മാരുടെയും ലീലകളാണ് ഇതെല്ലാം. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലീലകളൊക്കെ എന്ന് വെച്ചാൽ അചിന്ത്യമായ ലീലകളാണ്. അത്രയും ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവരുടെ ലീലകളൊക്കെ അവരെ കൈമാറുന്നത്. അപ്പൊ അതാണ് ഈ ശ്ലോകത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ. പ്രണാം. എല്ലാവർക്കും മനസ്സിലായോ? മാതാജി, ബ്രഹ്മ വൈഷ്ണവ ഗൗഡീയ സമ്പ്രദായ, ബ്രഹ്മ മാധവ ഗൗഡീയ സമ്പ്രദായം. ഹരേ കൃഷ്ണ. കാരണം നമ്മുടെ സമ്പ്രദായത്തിന്റെ പേര്
ബ്രഹ്മാവിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ മാധവ എന്ന് വെച്ചാൽ മാധ്വാചാര്യാണ്. ഓക്കെ ബ്രഹ്മ മാധവ ഗൗഡീയ മഠമാണ് ചൈതന്യ മഹാപ്രഭു സ്ഥാപിച്ചത്. ഗൗഡ എന്ന് പറയുന്നത് വെച്ചാൽ ചൈതന്യ മഹാപ്രഭുവിനെയാണ് ഗൗഡെന്നും പറയും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അത് അതിനെ മൊത്തത്തിൽ പറയുന്നത് ബ്രഹ്മ മാധവ ഗൗഡീയ സമ്പ്രദായം. മാധവ മധ്വാചാര്യ അല്ലേ? അതാണ്. അവരാരായിരുന്നു മാതാജി മധ്വാചാര്യൻ? മാധ്വാചാര്യൻ നമ്മുടെ സമ്പ്രദായത്തിലുള്ള ഒരു വലിയ ആചാര്യനാണ്. അദ്ദേഹം ഉടുപ്പിയിൽ നിന്നാണ്. അല്ല, അവര് ഈ പരമ്പരയിൽ എവിടെയായിട്ടാ വരുക? ആരുടെ പരമ്പരയില് അല്ല, ചൈതന്യ ഇപ്പം നമ്മള് ബ്രഹ്മാവ് നമ്മുടെ ഭഗവത്ഗീതയ്ക്കകത്ത് കിടപ്പുണ്ടത്. അതെ. ബ്രഹ്മാവ്, പിന്നെ ബ്രഹ്മാവ് കഴിഞ്ഞാൽ നാരദൻ, പിന്നെ വ്യാസൻ, പിന്നെ സുഖദേവ ഗോസ്വാമി. അപ്പൊ അങ്ങനെ വരുന്നതിനകത്ത് വരുന്നുണ്ട്, മാധവാചാര്യര് വരുന്നുണ്ട് ചൈതന്യ മഹാപ്രഭുവിന് ശേഷം. ഓക്കെ മാതാജി, താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. ശ്രീല ഗുരുദേവ കി ജയ്, പ്രഭുപാദ് കി ജയ്, ശ്രീ ചൈതന്യ ചരിതാമൃതം കി ജയ്, നിത്യായ ഗൗരപ്രേമാനന്ദേ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ മാതാജി. എന്താ അസുഖം? ഹരേ എന്താ വയ്യായി ഉണ്ടെന്ന് തോന്നുന്നു. എന്ത് പറ്റി? എനിക്ക് കുറച്ച് ദിവസമായി പനി ഉണ്ടായിട്ട്. കഴിഞ്ഞ ആഴ്ചയിലും ഒക്കെ എടുക്കാഞ്ഞ അതുകൊണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി ഒരു ചെറിയ കോൺഫിഡൻസ് ഉണ്ടായി. എനിക്കൊരു പനി വന്നിട്ട് ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ പോലെ ഉണ്ടായി. അപ്പൊ എനിക്ക് സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും കംപ്ലീറ്റ് റിക്കവർ ആയില്ല. എല്ലാരും പ്രാർത്ഥിക്കുക. എനിക്ക് ഭഗവാന്റെ സേവനങ്ങളൊന്നും ചെയ്യാൻ ഇപ്പൊ എല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. പ്രീച്ചിങ്ങും വീട്ടിലെ കാര്യങ്ങളും എല്ലാം. എല്ലാരും പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടി. പ്രാർത്ഥിക്കാം മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൽ ഹരിബോൽ. ഹരേ കൃഷ്ണ. ചെസ്റ്റ് ഇൻഫെക്ഷൻ ആണോ മാതാജി? ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടായതാ. പനിയായിട്ട് ആദ്യം വന്നു. ആന്റിബയോട്ടിക് ഒക്കെ എടുത്ത് ആന്റിബയോട്ടിക് ഒക്കെ ഇഞ്ചക്ഷൻ എടുത്ത് ഡോക്ടറെ അടുത്ത് പോയി ഇഞ്ചക്ഷൻ എടുത്ത്, പിന്നെ ഒരു നെബുലൈസ്. ന്യൂമോണിയായോ? അത് പറഞ്ഞില്ല ഡോക്ടർ. ന്യൂമോണിയ എന്ന് പറഞ്ഞില്ല. പക്ഷെ എനിക്ക് നെബുലൈസേഷൻ ഒക്കെ തന്നവര്. ഇപ്പോഴത്തെ അങ്ങനെ തന്നെ കുട്ടികൾക്കൊക്കെ വന്നിട്ട് അതുപോലെ ഭയങ്കര ഫ്ലൂ. ചെസ്റ്റ് വളരെ ഇൻഫെക്റ്റഡ് ആയി. മാതാജി ഇത്തിരി പ്രാണായാമൊക്കെ ചെയ്ത് ഇങ്ങനെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും, കഫം കെട്ടു പോകാനൊക്കെ. ശരിയായിരിക്കും. ഞാൻ നോക്കാം, ചെയ്യാം. ആഗ്രഹമുണ്ട്. ഹരേ കൃഷ്ണ മാജി. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. എന്റെ ഫോൺ ഇടയ്ക്ക് സ്റ്റക്കായി പോയി മാജി. സോറി മാജി. പിന്നെ റീസ്റ്റാർട്ട് ചെയ്തു. സോറി മാജി. ഹരേ കൃഷ്ണ. ശരി. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ മാജി. ഹരേ കൃഷ്ണ. ലെഫ്റ്റ്.